ശ്രീ ശ്രീജിത് പണിക്കർ, ഈ മാസപ്പടിയെ, ഈ കേസ്, ഈ ആരോപണങ്ങൾ ഇതെല്ലാം ആവിയായി പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഈ വിജിലൻസ് അന്വേഷണം ഇല്ല, വേണ്ട, കോടതിയുടെ മേൽനോട്ടത്തിൽ എന്നുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവിലൂടെ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല ശ്രീ മഞ്ജുഷ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ ഒരു സേവനം നൽകാതെ തന്നെ 1.72 കോടി രൂപയുടെ പ്രതിഫലം മുഖ്യമന്ത്രിയുടെ മകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അതിന് ഒരു ഉന്നത വ്യക്തിയുമായിട്ടുള്ള ബന്ധം, അതായത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധമാണ് അതിന് കാരണം എന്നുമുള്ളത് ഒരു കണ്ടുപിടുത്തമാണ്. അത് ഇൻകം ടാക്സിന്റെ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ട്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ അതിനെ ശരിവെക്കുന്ന രീതിയിലത്തേക്കുള്ള പിന്നീടുള്ള ROCയുടെ ഒരു അന്വേഷണം അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അത് നടന്നു പോവുകയാണ്. അതും ഈ ഒരു കേസും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഈ കേസിന് ആസ്പദമാകുന്ന ഒരു ഡീൽ അവിടെ CMRലുമായിട്ടും മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടും ഒക്കെ ഉണ്ടാകുന്നതിന് ഉള്ള ബാക്ക്ഡ്രോപ്പ് എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉയർത്തിയാണ്, അതിനെ മുൻനിർത്തിയിട്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ ഈ ഒരു പെറ്റീഷനുമായിട്ട് കോടതിയെ സമീപിക്കുന്നത്. ആദ്യം അത് ഒരു ഇൻഡിപെൻഡന്റ് വിജിലൻസ് എൻക്വയറി എന്ന രീതിയിലത്തേക്കും, പിന്നീട് അത് കോടതി നേരിട്ട് നിയന്ത്രണത്തിലുള്ള കോടതിയുടെ സെക്ഷൻ 200 അനുസരിച്ച് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു എൻക്വയറി അവിടെ വേണമെന്ന രീതിയിലത്തേക്കുമായിരുന്നു. അപ്പൊ കോടതി അത് പരിഗണിച്ചതിന് ശേഷം 2 കാരണങ്ങളുടെ പേരിലാണ് ഇത് റിജക്ട് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് സാങ്കേതികമായിട്ടുള്ള ഒരു കാരണമാണ്. ഈ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ ഒരു സാങ്ഷൻ അവിടെ ഉണ്ടാകണമോ വേണ്ടയോ തുടങ്ങിയ കാര്യത്തിനെ പറ്റി വളരെ വിശദമായിട്ട് പല ഓർഡറുകളും, മുൻപുള്ള പല ഓർഡറുകളെയും ഉദ്ധരിച്ചുകൊണ്ട് കോടതി അത് പറയുന്നു. രണ്ടാമതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ ഒരു അൺനെസസറി ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ സ്ഥാപിക്കാൻ ഉതകുന്ന രീതിയിലത്തേക്കുള്ള തെളിവുകൾ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഏത് രീതിയിൽ സ്ഥാപിക്കാനും പറ്റും ശ്രീ ശ്രീജിത് പണിക്കർ? ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ ഈ SFIയുടെ അന്വേഷണവും EDയുടെ അന്വേഷണവും അത് ഈ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണല്ലോ വരുന്നത്. അത് എക്സാലോജിക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും CMRL കമ്പനിയും തമ്മിലുള്ള നേരിട്ടുള്ള കരാർ, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അതിലെ ആരോപണങ്ങളും അതുപോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന ക്രമക്കേടുകളുമൊക്കെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വരുന്നത്. ഇവിടെ അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാര്യം, അതായത് ഈ കരിമണൽ ഖനനത്തിനുള്ള അനുമതി എന്ന രീതിയിലുള്ളതാണ്. അത് മുഖ്യമന്ത്രി വഴിവിട്ട രീതിയിൽ CMRL എന്ന കമ്പനിയെ സഹായിക്കുവാനുള്ള ഇടപെടൽ നടത്തി. അത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിക്ക് CMRL നിന്ന് വഴിവിട്ട് സഹായം കിട്ടുന്നതിന് വേണ്ടിയാണ്. അതായത് ഒരു പ്രത്യുപകാരം, ഒരു അഴിമതി അക്കാര്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ വിധിയിലൂടെ മനസ്സിലാക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി എങ്ങനെ അതിനകത്ത് നേരിട്ട് ഇടപെട്ടു, അല്ലെങ്കിൽ ഈ പ്രത്യുപകാരം എന്ന് പറയുന്ന കാര്യം അത് ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്നാണ്. അതായത് കരിമണൽ ഖനനത്തിനുള്ള അനുമതി ഫലത്തിൽ ഈ CMRL എന്ന കമ്പനിക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല. അവിടെ KMML എന്ന സംസ്ഥാന പൊതുമേഖലാ കമ്പനിയും IRE എന്നുള്ള കേന്ദ്ര പൊതുമേഖലാ കമ്പനിയും ഇവർ വഴി CMRLന് ഇൽമനേറ്റ് കിട്ടുകയാണ് ഉണ്ടായത്. അതിലെവിടെ സംസ്ഥാന സർക്കാർ ഇടപെട്ടു, എവിടെ മുഖ്യമന്ത്രി ഇടപെട്ടു, എവിടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ ജില്ലാ കളക്ടർ ഇടപെട്ടു? ഇക്കാര്യങ്ങളാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ലിങ്കിങ് സാധ്യമല്ലാത്ത ഒരു കേസല്ലേ ഇത്? കോടതി വിധിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ? അല്ല, നിശ്ചയമായും. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്ന സമയത്ത് ആ കേസിൽ അതിൽ ആരോപിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണോ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള എവിഡൻസ് അവിടെ നൽകുക. അങ്ങനെ പ്രൈമറി ആയിട്ട് ആ ഒരു അലഗേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം ഇവിടെ കംപ്ലൈനന്റ് ആയിട്ടുള്ള ശ്രീ മാത്യു കുഴൽനാടനാണ്. അപ്പൊ നിലവിൽ അവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന രേഖകൾ പ്രകാരം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കോടതിയുടെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വിധിയുടെ ഏറ്റവും അവസാന ഭാഗത്ത് കോടതി സുപ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്ന, ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിലൊന്ന്, വാസ് ദെയർ എനി ബിസിനസ് ഡീൽ ബിറ്റ്വീൻ KMML ആൻഡ് CMRL? ഇതിന്റെ ഉത്തരത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഡീലുകളും ഇല്ല. അതായത് ഇവർക്ക് പറയാൻ പറ്റുന്നത്, അല്പം മുമ്പ് ശ്രീ മഞ്ജുഷ് പറഞ്ഞതുപോലെ KMMLും IRELും തമ്മിലുള്ള ഒരു കരാറുണ്ട് എന്നും IRELും CMRLും തമ്മിലുള്ള മറ്റൊരു എൻഗേജ്മെന്റ് ഉണ്ട് എന്ന നിലയ്ക്കുമുള്ള കാര്യമാണ്. അപ്പോൾ നേരിട്ട് KMMLനും CMRLും തമ്മിൽ ഒരു കരാറുണ്ട് എന്ന രീതിയിലത്തേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കുന്നില്ല. രണ്ടാമത്തേത്, വാട്ട് ഈസ് ദ ഫേവർ റിസീവ്ഡ് ബൈ CMRL ഇൻ റിട്ടേൺ ടു ദി അലജ്ഡ് പേയ്മെന്റ് ടു A6 ആൻഡ് A7? അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്കോ അവരുടെ കമ്പനിക്കോ എന്തെങ്കിലും പേയ്മെന്റ് നൽകിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന മെച്ചം എന്താണ്, എന്ത് രീതിയിലുള്ള സൗകര്യമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റി പൂർണ്ണമായിട്ടും തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രേഖകൾ അദ്ദേഹത്തിന്റെ അലഗേഷന്റെ ഭാഗമായിട്ട് ഈ പെറ്റീഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 3, ഹാസ് ദ ലാൻഡ് ബോർഡ് എക്സെപ്റ്റഡ് ദ ലാൻഡ് ഓഫ് KREML
ഫ്രം ദ സീലിംഗ് ലിമിറ്റ്, അതായത് KREMLന്റെ പ്രോപ്പർട്ടിയുടെ സീലിംഗ് ലിമിറ്റിൽ നിന്ന് അവർക്ക് ഒരു എക്സംഷൻ ഗ്രാന്റ് ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കളക്ടറുടെ ഇൻവോൾവ്മെന്റ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കളക്ടറാണ്. പക്ഷേ ആ കളക്ടർക്ക് ആ രീതിയിലത്തേക്കുള്ള ഒരു ശുപാർശ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് സാധാരണ രീതിയിൽ ഏതൊരു സർക്കാരും അല്ലെങ്കിൽ ഏതൊരു ജനപ്രതിനിധിയും തന്റെ മുന്നിൽ വരുന്ന ഒരു നിർദ്ദേശത്തിനെ അപ്രൂവ് ചെയ്യണമോ വേണ്ടയോ എന്നീ കാര്യങ്ങളെപ്പറ്റി ശുപാർശ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ നടപടിയാണ് എന്നും അത് ഒരു വഴിവിട്ട ഒരു പ്രവർത്തനത്തിലുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആണ് എന്ന രീതിയിലേക്ക് കരുതാൻ കഴിയില്ല എന്നുമാണ് കോടതി പറയുന്നത്. പക്ഷെ അതിൽ ആ കോടതി വിധി തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഈ CMRLന് അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിരിക്കുന്നത് നേരിട്ടുള്ള വഴിയിലൂടെ അല്ല എന്ന് വ്യക്തമാവുകയല്ലേ? കാരണം ഈ IRE വഴിയാണ് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. വിദേശത്ത് നിന്നാണെങ്കിൽ ഇതിനേക്കാൾ കൂടിയ വിലയ്ക്ക് അവർ വാങ്ങിക്കേണ്ടി വന്നേനെ. അപ്പോൾ അവിടെ ഒരു ഫേവറിന്റെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ കോടികളുടെ ലാഭം അവർക്ക് കിട്ടുകയാണ്. അങ്ങനെ ഈ ഒരു ഡീലിലൂടെ, അതായത് ഈ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നീക്കം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതിലൂടെ അവസാനമായിട്ട് ആ റോ മെറ്റീരിയലിന്റെ ആനുകൂല്യം കിട്ടുന്നത് CMRLനാണ്. അപ്പോൾ ആ രീതിയിൽ കോടതി ചിന്തിച്ചിട്ടില്ല എന്നല്ലേ കണക്കാക്കേണ്ടത്? അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മാത്യു കുഴൽനാടനായിരുന്നു. അത് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയെങ്കിലും സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത്, ഈ CMRLന് കിട്ടിയിരിക്കുന്ന ഫേവർ? അല്ല, നോക്കൂ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ ഭാഗമായിട്ട് അതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. അതിവിടെ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് കോടതി സൂചിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ KMMലും CMRലും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ IREL വരുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അവർ പറയുന്നത്, കോടതി കണ്ടെത്തുന്നത്, ദിസ് മീൻസ് ദർ ഈസ് നോ ഡയറക്റ്റ് ഡീൽ ബിറ്റ്വീൻ KMML ആൻഡ് CMRL. മോറോവർ, ദി അഗ്രിമെന്റ് ഫോർ റിമൂവൽ ഓഫ് സാൻഡ് ഡസ് നോട്ട് ഷോ ദാറ്റ് IREL ഈസ് ജോയിന്റ്ലി എൻഗേജ്ഡ് വിത്ത് KMML. അപ്പൊ KMMലുമായിട്ട് IRELന് നേരിട്ട ഒരു ബന്ധം ഈ സാൻഡ് റിമൂവലുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പോലും തോന്നുന്നില്ല എന്ന നിലയ്ക്കാണ് കോടതി ഇവിടെ പറയുന്നത്. തന്നെയുമല്ല, പിന്നീട് ഒരു ഫേവർ എന്ന രീതിയിലത്തേക്ക് ഇപ്പൊ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ എക്സംഷന്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ലാൻഡ് സീലിംഗിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സംഷൻ കൊടുത്തിട്ടില്ല. അത് ഭാവിയിൽ വരാം എന്ന നിലയ്ക്കാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കാനായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പലതവണ ഈ നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്ത് പോയതാണ്. അപ്പോൾ കോടതി ഇത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വീണ്ടും വരുന്ന സമയത്ത് അത് ശരിയായ രീതിയിലുള്ള അപേക്ഷയല്ല സമർപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും അത് റിജക്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള റിജക്ഷൻസ് ഒക്കെ ആ കാര്യത്തിൽ വരിക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അതിലൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഇതിനെ റിജക്ട് ചെയ്യേണ്ടുന്ന കാര്യമില്ലല്ലോ എന്നുള്ള ഒരു ലോജിക്കലായിട്ടുള്ള ചോദ്യമാണ് അവിടെ കോടതി പറയുന്നത്. അപ്പോൾ ആ കോടതിയുടെ ആ ചോദ്യത്തിന് തിരിച്ച് മറുപടി വസ്തുതാപരമായിട്ട് സ്ഥാപിക്കാനായിട്ട് ശ്രീ മാത്യു കുഴൽനാടന് സാധിച്ചിട്ടില്ല എന്നാണ് ഈ വിധി പ്രസ്താവത്തിൽ.